ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന ഹിന്ദു ഐക്യവേദി. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ കക്ഷി ചേരണം. ആഘോഷങ്ങൾ ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തേത്. ഇതിൽ നിയമ ഭേദഗതി വരുത്തണം. കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൂടിയാണ് ഉത്സവ പറമ്പുകളെന്നും ഹിന്ദു ഐക്യവേദി നേതാക്കൾ പറഞ്ഞു. സംബന്ധിച്ചും ഉത്സവങ്ങളുടെ നടത്തിപ്പിനെ സംബന്ധിച്ചും അതിൻ്റെ പ്രായോഗികമായ വശങ്ങളെ സംബന്ധിച്ചോ ഒന്നും ചിന്തിക്കാതെ ഈ ആനയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആനയെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ സത്യത്തിൽ കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ആനയോട് മാത്രം ഒരു പ്രേമം കൂടുതൽ കാണിക്കുകയും ഈ ഉത്സവ എഴുന്നള്ളിപ്പുകളെയൊക്കെ തടസ്സപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ ഈ കോടതിയുടെ ഇടപെടലുകളാണെങ്കിലും അതേപോലെ തന്നെ NGOകളുടെ ഇടപെടലുകളാണെങ്കിലും അതിൻ്റെ പുറകിൽ ചില ഗൂഢാലോചനകളുണ്ട് എന്നുള്ളത് ഭക്തജനങ്ങളും ഹിന്ദു സംഘടനകളും അതേപോലെ ക്ഷേത്ര സമിതികളുടെ ഒക്കെ ഉള്ളിൽ സംശയങ്ങളുണ്ട്. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് നിരവധി ഭക്തജന സംഘടനകളും ഭക്തരും പൂരപ്രേമികളും എല്ലാം നിരന്തരമായി ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം കർശനമായതോടുകൂടി തന്നെയാണ് പല പൂരങ്ങളുടെയും നടത്തിപ്പിൽ പ്രതിസന്ധി ഉണ്ടായത്. വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ജില്ലയിലെ 1300ഓളം ഉത്സവങ്ങളാണ് അത്തരത്തിൽ ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്യാത്ത നിരവധി ഉത്സവങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയന്ത്രണം കർക്കശമാക്കിയതോടുകൂടി തന്നെ അത്തരം പൂരങ്ങളൊന്നും നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളതെന്നാണ് പൂരപ്രേമികളും ക്ഷേത്ര കമ്മിറ്റികളും ദേവസ്വങ്ങളും എല്ലാം പറയുന്നത്. അതിന്റെ ഭാഗമായി ഏതാണ്ട് കഴിഞ്ഞ മാസം തൊട്ട് മുതൽ തന്നെ ഈ തൃശ്ശൂർ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രതീകാത്മക പൂരം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആറാട്ടുപുഴ ക്ഷേത്രം ഏതാണ്ട് 1500-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ആറാട്ടുപുഴ. അതുപോലെ തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലും സംയുക്തമായിക്കൊണ്ട് തന്നെ പ്രതീകാത്മക പൂരം നടത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇന്നലെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ വെച്ച് ജില്ലയിലെ മുഴുവൻ ക്ഷേത്ര പള്ളി അത്തരത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളുടെ ഉത്സവ ആഘോഷ കമ്മിറ്റികളെയും ക്ഷണിച്ചുകൊണ്ടും ജനപ്രതിനിധികളും പങ്കെടുത്ത ഒരു യോഗം നടത്തിയിരുന്നു. അപ്പോൾ പൊതുവിൽ ഈ ഒരു പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്, വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്നാലും ഹിന്ദു ഐക്യവേദി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കോടതിയുടെ നേരത്തെ അദ്ദേഹം പറഞ്ഞ KP സുധാകരൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ഈ കോടതിയുടെ ഇത്തരത്തിലുള്ള നടപടികൾക്ക് പിന്നിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള NGOകളുടെ തീരുമാനത്തിന് പിന്നിലും എല്ലാം ഒരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഭരണകൂടങ്ങളും എത്രയും പെട്ടെന്ന് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്താനുള്ള രീതിയിലേക്ക് പോകണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ഈ ഒരു ഉത്സവം എന്ന് പറയുന്നത് കേവലം ആചാരങ്ങളുടെ അപ്പുറത്തേക്ക് 10,000-കണക്കിന് ആളുകളുടെ ജീവിതോപാർഗമാണ്. അതൊന്നും ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന എന്ന് ആണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ കക്ഷി ചേരണം. ആഘോഷങ്ങൾ ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തേത്. ഇതിൽ നിയമ ഭേദഗതി വരുത്തണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നു. ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.